നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ ഇതിന്റെ ഡാഷ്ബോർഡും അതിനുശേഷം നമ്മൾ ഐറ്റം ക്രിയേഷൻ ആണ് നമ്മൾ ഇതിൽ പഠിക്കുക. സോ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോഹോയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ആവുന്നത് ഇങ്ങനെ ഒരു സ്ക്രീനിലായിരിക്കും നമ്മൾ ലോഗിൻ ആവുക. അതിൽ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഡാഷ്ബോർഡ് കാണാൻ പറ്റും. നമ്മളെ കമ്പനിയുടെ പേര് മേലെയുണ്ട്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഞാനൊരു ഡെമ്മി അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അല്ല എങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര് കാണാൻ പറ്റും. ഇവിടെ താഴെ കാണാൻ പറ്റും XYZ കമ്പനി. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പേര്. അതിന് താഴെ നമുക്ക് ഡാഷ്ബോർഡ് കാണാൻ പറ്റും. ഇവിടെ ഡാഷ്ബോർഡിൽ എന്തൊക്കെയാ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഓർഗനൈസേഷന്റെ പ്രൊഫൈൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽ പ്രൊഫൈൽ, അതായത് കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ റീസെന്റ് അപ്ഡേറ്റ്സ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഈ റീസെന്റ് അപ്ഡേറ്റ്സിലാണ് സോഹോയുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ന്യൂസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലോഡായി വരുന്നതാണ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ, അതായത് സോഹോയുടെ എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് റീസെന്റ് അപ്ഡേറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത് ലോഡിങ്ങിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നോക്കാം, റീസെന്റ് അപ്ഡേറ്റ് നോക്കാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വരാം. ഡാഷ്ബോർഡിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ സെക്ഷനാണ് ടോട്ടൽ റിസീവബിൾ. എന്താണ് റിസീവബിൾ? റിസീവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെറ്റേഴ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഡെറ്റേഴ്സ് എന്താ ഡെറ്റേഴ്സ്? നമ്മളൊരു സെയിൽസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ, അതായത് ക്യാഷ് സെയിൽസ് അല്ല എങ്കിൽ നമുക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ, കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരാണല്ലോ നമ്മൾ ഡെറ്റേഴ്സ് എന്നുള്ളത്. ആ ഡെറ്റേഴ്സിനെ പറയുന്ന വേറൊരു പേരാണ് അക്കൗണ്ട്സ് റിസീവബിൾ. അക്കൗണ്ട്സ് റിസീവബിൾസ് എന്നാണ് നമ്മൾ ഡെറ്റേഴ്സിനെ പറയുന്ന വേറൊരു പേര്. ആ അക്കൗണ്ട്സ് റിസീവബിൾസിന്റെ ഡാറ്റയാണ്, അല്ലെങ്കിൽ റിസീവബിൾസിന്റെ ഡാറ്റയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ റിസീവബിൾസ് എന്നുള്ള ഹെഡിങ് ഉണ്ട്. ടോട്ടൽ അൺപെയ്ഡ് ഇൻവോയ്സസ്. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴും നമ്മൾ ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡാറ്റ ഒന്നും കാണാൻ പറ്റാത്തത്. ഇവിടെ ടോട്ടൽ അൺപെയ്ഡ് ഇൻവോയ്സസ്. ടോട്ടൽ അൺപെയ്ഡ് ഇൻവോയ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സെയിൽ നടന്നിട്ടുണ്ട്, നമ്മുടെ സെയിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെ എത്ര പൈസയാണ് നമുക്ക് കിട്ടാത്തത് എന്നുള്ള എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇനി ഇവിടെ നമുക്ക് ഏജിങ് കാണാൻ പറ്റും. എന്താ ഏജിങ്? ഏജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസമായി ഇത് പെൻഡിങ്, അല്ലെങ്കിൽ എത്ര ദിവസമായി നമുക്കിത് കിട്ടാനുള്ളത്. ഇപ്പൊ കറണ്ട് എന്നുള്ളത് ഇതുവരെ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ് ഇവിടെ കറണ്ട് എന്നുള്ളത് കാണാൻ പറ്റുക. ഇവിടെ ഓവർ ഡ്യൂ. ഓവർ ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏജിങ് കാണാൻ പറ്റും. എബോവ് 45 ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ഡേയ്സിന് മുന്നേ കിട്ടേണ്ടതായിരുന്നു, ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. 31 to 45 ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 31നും 45 ദിവസത്തിനും ഇടയിൽ നമുക്ക് പാസ്റ്റ് 31നും 45 ദിവസത്തിനുള്ളിൽ കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടിയിട്ടില്ല. സോ ഇങ്ങനെ ഒരു ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട്, എപ്പോഴാണോ കിട്ടേണ്ടത് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇത്രയും ഡേയ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു ഡേയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇതിനെയാണ് ഏജിങ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. നമുക്കിപ്പോൾ ഒരു പേയ്മെന്റ് കിട്ടാനുണ്ട്, ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് ആണ്, 30 ഒക്ടോബർ ആണ് നമുക്ക് കിട്ടാനുള്ള ഡേറ്റ്. നമുക്ക് ഇന്ന് പേയ്മെന്റ് കിട്ടിയില്ല. ഇന്ന് പേയ്മെന്റ് കിട്ടാതെ നമുക്ക് അടുത്ത മാസമായി, അതായത് 30th നവംബർ ആയി എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ 30 ഡേയ്സ് ക്രോസ് ചെയ്തുല്ലോ, അതായത് കിട്ടാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 30 ഡേയ്സ് ക്രോസ് ചെയ്തു. അപ്പൊ 30 ഡേയ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 60 to 30 ഡേയ്സ് എന്നുള്ള ഡ്യൂറേഷനിലായിരിക്കും നമ്മുടെ ഏജിങ് കാണാൻ പറ്റുക. നമ്മൾ 16നും 30 ദിവസത്തിനും ഇടയിൽ കിട്ടാനുള്ള എമൗണ്ട് ആയിരുന്നു അത് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ അതാണ് നമ്മുടെ റിസീവബിൾസിൽ ഏജിങ് കാണാൻ പറ്റുക. ഇതിൽ നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എത്രമാത്രം എമൗണ്ട്സുകൾ നമുക്ക് കിട്ടാനുണ്ട്, എത്രമാത്രം റിസീവബിൾസ് ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുക. ഇനി അടുത്ത സെക്ഷനാണ് ടോട്ടൽ പേയബിൾസ്. നമുക്കിവിടെ ടോട്ടൽ പേയബിൾസിൽ ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ അൺപെയ്ഡ് ബിൽസ്, അതായത് എത്ര ബില്ലാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ളത്. എന്താ പേയബിൾസ്? നമ്മൾ വെൻഡേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ വെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യുക, അല്ലെ? പെർച്ചേസസ് അല്ലേ ചെയ്യുക. പെർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പെർച്ചേസ് ആവാം? ക്യാഷ് പെർച്ചേസ് ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് പെർച്ചേസ് ആവാം. ക്യാഷ് പെർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ പൈസ വെൻഡേഴ്സിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സിന് നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ പേയ്മെന്റ് കൊടുക്കുകയാണ്. അതാണ് ക്യാഷ് പെർച്ചേസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴാണോ പെർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത്, അപ്പോഴേ തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ക്യാഷ് പെർച്ചേസ് എന്ന് പറയും.
ഇനി എന്താ ക്രെഡിറ്റ് പർച്ചേസ്? നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് എമൗണ്ട് കൊടുക്കണില്ല. ഇമ്മീഡിയറ്റ്ലി കൊടുക്കാതെ നമ്മൾ പിന്നീട് തരാന്ന് പറയാണ്. കടത്തിനാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതിനെയാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയാം. അവരെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അവരെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അവരെ പറയുന്ന വേറൊരു പേരാണ് പേയബിൾസ്. അക്കൗണ്ട്സ് പേയബിൾസ് എന്ന് പറയും. അക്കൗണ്ട്സിൽ നമ്മൾ അക്കൗണ്ട്സ് പേയബിൾസ് എന്ന് പറയും. അവരുടെ ടോട്ടൽ പേയബിൾസ്, അതായത് കൊടുക്കാനുള്ള ടോട്ടൽ പേയബിൾസിന്റെ എമൗണ്ട് ആണ് നമുക്ക് ഈ സെക്ഷനിൽ കാണാൻ പറ്റുക. ടോട്ടൽ അൺപെയ്ഡ് ബിൽ, അതായത് നമ്മൾ ബില്ല് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോഹോയില് നമ്മൾ ബില്ല് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബില്ല് ബുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരും. അടുത്ത സെക്ഷൻസിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ബില്ല് ബുക്ക് ചെയ്തു, പക്ഷേ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതിലും അഗെയിൻ കറണ്ട് ഉണ്ട്, ഓവർ ഡ്യൂ ഉണ്ട്. ഓവർ ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു. അത് എത്ര ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. എത്ര കൊടുക്കാനുള്ള ദിവസം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതിനെയാണ് പേയബിൾ ഏജിംഗ് എന്ന് പറയാം. നമുക്കിവിടെ റിസീവബിൾ ഏജിംഗ് നമ്മളിവിടെ കണ്ടായിരുന്നു. ഇവിടെ റിസീവബിൾ ഏജിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു സമ്മറി നമുക്ക് സോഹോയിൽ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ക്യാഷ് ഫ്ലോ. നമുക്ക് ക്യാഷ് ഫ്ലോ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ കേട്ടിട്ടുണ്ടാവും. എന്താ ക്യാഷ് ഫ്ലോ? ക്യാഷ് ഫ്ലോയിൽ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവാം, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവാം. അതായത് ക്യാഷ് ഇങ്ങോട്ടേക്ക് വരികയാണ്, സ്ഥാപനത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യാഷ് ഇൻഫ്ലോ. ഇനി ക്യാഷ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ, ആർക്കാണെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ, ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുക്കുകയാണ്, ബാങ്കിൽ ലോൺ റീപേയ്മെന്റ് ചെയ്യാണ്, നമ്മളെ എന്തെങ്കിലും സാലറീസ് നമ്മൾ കൊടുക്കുകയാണ്. സോ ഇങ്ങനെയുള്ള എന്ത് പേയ്മെന്റ് ആണെങ്കിലും അതിനെ പറയുന്ന പേരാണ് ക്യാഷ് ഔട്ട്ഫ്ലോ. സോ ഇവിടെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോയുടെയും ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും ഒരു സമ്മറി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഫിനാൻഷ്യൽ ഇയർ, ദിസ് ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ, പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, ഫിസിക്കൽ ഇയർ ആണ് ഇവിടെ. ഈ ഫിസിക്കൽ ഇയർ അല്ലെങ്കിൽ കഴിഞ്ഞ ഫിസിക്കൽ ഇയർ, ലാസ്റ്റ് 12 മന്ത്സിലുള്ള ഡാറ്റ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ ക്യാഷ് ആസ് ഓൺ 1/4/25 ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓപ്പണിംഗ് ക്യാഷ് ഈ പീരീഡിൽ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇയറിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന എമൗണ്ട്, അതാണ് ക്യാഷ് ഇൻഫ്ലോ. ഇങ്ങോട്ടേക്ക് വന്ന എമൗണ്ട് ആണിത്. അത് ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. മൈനസ് ഔട്ട് ഗോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. നമുക്ക് പുറത്തേക്ക് പോയ ക്യാഷ് ആണ് ഇവിടെ ഔട്ട് ഗോയിങ്ങിൽ കാണിക്കുക. നെറ്റ് എമൗണ്ട് ആണ് ആസ് ഓൺ ഡേറ്റിലുള്ള ക്യാഷ് എമൗണ്ട്. ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. സോ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും, ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും, ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ ഒരു നല്ലൊരു സമ്മറി, ക്യാഷിന്റെ മൂവ്മെന്റിന്റെ ഒരു നല്ലൊരു സമ്മറി നമുക്ക് ഇവിടെ കാണാൻ പറ്റും സോഹോയിലെ ഡാഷ്ബോർഡിൽ. ഇനി അടുത്ത ഐറ്റം എന്താണ് കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എത്ര ഇൻകം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും എക്സ്പെൻസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നതും. അതിന്റെ സമ്മറി ആയിട്ട് സോഹോയിൽ നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും എത്രയാണ് ഇൻകം, എത്രയാണ് എക്സ്പെൻസ് എന്നുള്ളത് മന്ത് വൈസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ നമുക്ക് ഇവിടെ മന്ത് വൈസ് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇപ്പം ദിസ് ഫിസിക്കൽ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ ഏപ്രിൽ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, മാർച്ച് വരെ. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ തൊട്ടിട്ട് 31 മാർച്ച് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഇത് സോഹോയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളെ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ തൊട്ടിട്ടാണോ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ കലണ്ടർ ഇയർ ആണോ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സെറ്റിംഗ്സിൽ കൊടുക്കാൻ പറ്റും. ഞാനത് പിന്നീട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻസിൽ നമുക്കിവിടെ അഗെയിൻ ക്യാഷ് ഫ്ലോയിൽ കണ്ട പോലെ തന്നെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അഡീഷണലി നമുക്ക് ലാസ്റ്റ് 6 മന്തിന്റെ കൂടെ ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻകം ആൻഡ് എക്സ്പെൻസിൽ നമുക്ക് ലാസ്റ്റ് 6 മന്തിന്റെ കാണാൻ പറ്റും. 6 മന്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 മന്തിന്റെ മാത്രമേ ഇവിടെ കാണുള്ളൂ, ഡാറ്റ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇനി 12 മന്ത്സിന്റെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 12 മന്ത്സ് ഡാറ്റ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ അഗെയിൻ നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ്, ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുക. എത്രയാണ് നമുക്ക് സെയിൽസ് നടന്നേക്കണേ, എത്രയാണ് നമുക്ക് ഓരോ മാസത്തെ എക്സ്പെൻസസ്, അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അതും നമുക്ക് ഇവിടെ ക്യാഷ് ബേസിസിലും അക്രൂവൽ ബേസിസിലും കാണാൻ പറ്റും. എന്താണ് ക്യാഷ് ബേസിസും എന്താണ് അക്രൂവൽ ബേസിസും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്കൗണ്ട്സിൽ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്രൂവൽ ബേസിസും ക്യാഷ് ബേസിസും. നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നത്, ഏതൊരു സ്ഥാപനമാണെങ്കിലും നോർമലി ഫോളോ ചെയ്യുന്നത് അക്രൂവൽ ബേസിസ് ആണ്. അതായത് നമുക്ക് ക്യാഷ് കിട്ടിയാലും ഇല്ലെങ്കിലും എക്സ്പെൻസസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസസിനെ നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സാലറി ഡ്യൂ ആയി, സാലറി നമ്മൾ മന്ത് എൻഡിൽ നമ്മൾ സാലറി കൊടുക്കണമല്ലോ, മന്ത് എൻഡിൽ നമ്മൾ സാലറി കൊടുക്കണം.
ഇപ്പം 30th നവംബറിൽ നമ്മൾ സാലറി പേ ചെയ്യണം. പക്ഷേ നമ്മൾ ആക്ച്വൽ പേയ്മെന്റ് ചെയ്തിട്ടില്ല. ആക്ച്വൽ പേയ്മെന്റ് ചെയ്യുന്നത് ചിലപ്പോൾ നവംബർ കഴിഞ്ഞ് ഡിസംബറിലായിരിക്കാം നമ്മൾ ആക്ച്വൽ പേയ്മെന്റ് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മൾ നവംബർ മാസം ആ എക്സ്പെൻസസ് ബുക്സിൽ റെക്കോർഡ് ചെയ്യണം. നവംബർ മാസം ആ എക്സ്പെൻസസ് നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ സംഭവിക്കുന്നത് അടുത്ത മാസമായിരിക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രകാരം നമ്മൾ നമ്മുടെ സാലറിയുടെ എൻട്രി നമ്മൾ നവംബർ മാസം തന്നെ, എക്സ്പെൻസ് അക്രൂവൽ നമ്മൾ നവംബർ മാസം തന്നെ പോസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ സാലറി അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അല്ലെങ്കിൽ സാലറി പേയബിൾ എന്നുള്ള ജേണൽ എൻട്രി ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ +1 +2 ഉള്ള സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാലറി അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്നുള്ള ജേണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ റീസൺ നമ്മൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് സോഹോയിൽ 2 രീതിയിലും നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അക്രൂവൽ ബേസിസിലും മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇൻകം ആൻഡ് എക്സ്പെൻസസ് ക്യാഷ് ബേസിസിലും മോണിറ്റർ ചെയ്യാൻ പറ്റും. ക്യാഷ് ബേസിസിലാണെങ്കിൽ നമ്മൾ ക്യാഷ് ഫ്ലോ നടക്കുന്ന ആ ഒരു പീരീഡിലെ ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റുള്ളൂ. ക്യാഷ് എപ്പോഴാണോ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇൻഫ്ലോ ഉണ്ടാവുന്നത് അത് മാത്രമേ നമുക്ക് സോഹോയിൽ കാണാൻ പറ്റുള്ളൂ. അക്രൂവൽ ബേസിസ് ആണെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് അക്രൂവൽ ബേസിസിലാണ് നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റുക. ഇനി ടോപ്പ് എക്സ്പെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റാനുള്ള, അതിന്റെ റീസൺ അഗൈൻ നമ്മുടെ എക്സ്പെൻസസ് ഒന്നും ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ടോപ്പ് എക്സ്പെൻസസും കാണാൻ പറ്റാത്തത്. ഇവിടെ ടോപ്പ് എക്സ്പെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് തരത്തിലുള്ള എക്സ്പെൻസസ് ആണോ, ഫോർ എക്സാമ്പിൾ സാലറി ആണോ നമുക്ക് ഏറ്റവും കൂടുതൽ, ഇനി പ്രൊമോഷൻ എക്സ്പെൻസസ് ആണോ, അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ആണോ, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ് ആണോ, ഏത് കോസ്റ്റ് ആണോ ഏറ്റവും ഹയസ്റ്റ് കോസ്റ്റ്, അത് നമുക്കിവിടെ ഓർഡറിൽ നമുക്ക് കാണാൻ പറ്റും. ടോപ്പ് എക്സ്പെൻസസ് നമുക്കിവിടെ ഓർഡറിൽ നമുക്ക് കാണാൻ പറ്റും. അതും അഗെയിൻ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ കൂടുതൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്കിവിടെ ഫിസിക്കൽ ഇയറിന്റെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാം. ഇനി ദിസ് ക്വാർട്ടർ, ഈ ക്വാർട്ടറിലുള്ളത് ഫിൽട്ടർ ചെയ്യാം. ദിസ് മന്ത്, പ്രീവിയസ് ഫിസിക്കൽ ഇയർ, പ്രീവിയസ് ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിലുള്ളത്, പ്രീവിയസ് മന്ത് കഴിഞ്ഞ മാസം, ലാസ്റ്റ് 6 മന്ത് കഴിഞ്ഞ 6 മാസത്തെ, ലാസ്റ്റ് 12 മന്ത്സ് കഴിഞ്ഞ 12 മന്ത്സ്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഒരുപാട് നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അടുത്ത സെക്ഷനാണ് പ്രൊജക്ട്സ്. പ്രൊജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്ന് വിചാരിക്കാം. നമ്മുടെ കമ്പനി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതായത് നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻസും ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ ക്ലയന്റിന് വേണ്ടിയിട്ട്. സോ നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കേസിൽ നമുക്ക് ഓരോ പ്രൊജക്റ്റുകളായിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കിട്ടിയ ഒരു വർക്കാണ് റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യാന്നുള്ളതാണ് ഒരു വർക്ക് കിട്ടിയത്. ആ റോഡ് കൺസ്ട്രക്ഷന്റെ കേസിൽ നമ്മൾ ആ റോഡ് കൺസ്ട്രക്ഷന് എത്ര ഇൻകം ഉണ്ടായി, എത്ര എക്സ്പെൻസസ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണമല്ലോ. എപ്പോഴാണ് ആ റോഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്, ആ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് പ്രൊജക്ടിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസും ഇൻകവും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ ഏത് പ്രൊജക്റ്റ് ആണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഗെയിൻ നമ്മളത് കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് പഠിക്കും. ഇവിടെ നമുക്ക് പുതിയതായിട്ട് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതിനെ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഇടാൻ പറ്റും. അതിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അതിന്റെ ട്രെൻഡ് അല്ലെങ്കിൽ ട്രാക്കിംഗ് നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ഇനി ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ്. ഏതൊരു സ്ഥാപനമാണെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട്, എത്ര ക്യാഷ് ഉണ്ട്, അതിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏത് ബാങ്ക് ആണോ ആ ബാങ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അതിനെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇടാം. അതിന്റെ മൂവ്മെന്റ്, ആ ബാങ്ക് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ് എന്നുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് ഡാഷ്ബോർഡിലുള്ളത്. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അഡീഷണലി ഡാഷ്ബോർഡിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസും നമുക്ക് സെറ്റിംഗ്സിലുണ്ട്. ഏതെങ്കിലും അഡീഷണലി ഒരു കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഡാഷ്ബോർഡിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡാഷ്ബോർഡിന്റെ പേര് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പ്രൊവൈഡഡ് ആക്സസ് ടു ആർക്കാണ് ഇവിടെ ഓൺലി മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിന് മാത്രമേ, അതായത് ഈ ഒരു സോഹോ അക്കൗണ്ടിന് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ.
ഇവിടെ പ്രൊവൈഡ് ആക്സസ് ടു സെലക്ടഡ് യൂസേഴ്സ് ആൻഡ് റോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണോ ഈ സോഹോ ബുക്സിൽ അഡീഷണൽ ആക്സസ് കൊടുത്തേക്കണേ, അഡ്മിന് അഡീഷണൽ ആക്സസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ യൂസേഴ്സ് ഒന്നും ഇല്ലാത്തത് നമ്മൾ അഡീഷണലി ആക്സസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ആക്സസിന്റെ ലിസ്റ്റ് ഒന്നും കാണാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ആർക്കാണ് ആക്സസ് വേണ്ടതെന്നുള്ളത്. ഇവിടെ എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണോ ആക്സസ് ഉള്ളത് അവർക്കൊക്കെ ഇതിന്റെ ഈ ഒരു ഡാഷ്ബോർഡ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇൻ കേസ് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും.